നമസ്കാരം. പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കത്തിക്കരിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്ന് കണ്ടെത്തി. പാർലമെന്റിനകത്തും പുറത്തും അതിക്രമത്തിൽ നേരിട്ട് പങ്കാളികളായ 4 പ്രതികളുടെ ഫോണുകൾ കേസിലെ മുഖ്യപ്രതിയായ ലളിത് ഝാ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിന് പിന്നാലെ രാജസ്ഥാനിലേക്ക് കടന്ന ഇയാൾ ഇവിടെ വെച്ച് ഫോണുകൾ കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞ ശേഷമാണ് കീഴടങ്ങിയത്. ഫോണുകൾ കത്തിച്ചു കളഞ്ഞതായി ലളിത് ഝാ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം 4 പ്രതികളുടെയും ഫോണുകൾ കത്തിച്ചതിന് ശേഷം സ്വന്തം ഫോണും ഇയാൾ ഇവിടെ വെച്ച് നശിപ്പിച്ചു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസന്വേഷണം വഴിതെറ്റിക്കാനും തെളിവ് നശിപ്പിക്കാനുമായി പ്രതികളുടെ ഫോണുകൾ ലളിത് ഝാ നശിപ്പിച്ചിരിക്കാമെന്ന് നേരത്തെ തന്നെ ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. മൊബൈൽ ഫോണിനൊപ്പം കത്തിക്കരിഞ്ഞ നിലയിൽ ചില വസ്ത്രങ്ങളുടെയും ഷൂസിൻ്റെയും അവശിഷ്ടങ്ങളും രാജസ്ഥാനിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ലളിത് ഝായെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് രാജസ്ഥാനിലെ നഗരൂർ സ്വദേശി മഹേഷ് എന്ന വ്യക്തിയായിരുന്നു. ഇയാൾക്കൊപ്പം താമസിക്കവെയാണ് ലളിത് ഫോണുകൾ നശിപ്പിച്ചത്. മഹേഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 7 സംഭവം നടക്കുന്ന ദിവസം രാജസ്ഥാനിൽ നിന്നാണ് മഹേഷ് ഡൽഹിയിലേക്ക് വന്നത്. ശേഷം രാജസ്ഥാനിലെ മഹേഷിൻ്റെ ഒളിത്താവളത്തിലേക്ക് ലളിത് ഝാ രക്ഷപ്പെട്ടു. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം പാർലമെന്റ് അതിക്രമം അതീവ ഗൗരവതരമാണെന്നും സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഒരു ഹിന്ദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. രാഷ്ട്രീയ തർക്കത്തിനുള്ള സമയമല്ല ഇത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് വേണം ഈ വിഷയത്തെ നേരിടാനെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രതികളുടെ ഉദ്ദേശം എന്താണെന്നും അക്രമത്തിന് പിന്നിലെ വിവിധ ഘടകങ്ങൾ എന്താണെന്നും അറിയേണ്ടത് പ്രധാനമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും വേണം. അന്വേഷണ ഏജൻസികളും സ്പീക്കറും തികഞ്ഞ ഗൗരവത്തോടെയാണ് സംഭവത്തെ കണ്ടിട്ടുള്ളത്. അന്വേഷണത്തിന് 2 സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാകും. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുവരുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ പ്രസ്താവന നടത്താത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടെ ഇരുസഭകളിലുമായി 15 എംപിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം പാർലമെന്റിലെ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നതിനിടെ ദേഹത്ത് സ്വയം തീ കൊളുത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി മുഖ്യപ്രതി ലളിത് ഝാ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. തീ കൊളുത്തുമ്പോൾ ശരീരത്തിൽ പൊള്ളലേൽക്കാതിരിക്കാൻ പുരട്ടുന്ന ക്രീം കിട്ടാതെ വന്നപ്പോഴാണ് പദ്ധതി ഉപേക്ഷിച്ചത് എന്നും പോലീസ് പറയുന്നു. പാർലമെന്റിനകത്തും പുറത്തും സ്വയം തീ കൊളുത്തുക എന്നതായിരുന്നു പ്രതികളുടെ ആദ്യ പദ്ധതി. ഇത് നടക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് പ്ലാൻ ബി അനുസരിച്ച് സ്പ്രേ അടിക്കുന്ന രീതിയിലേക്ക് അക്രമ പദ്ധതി മാറ്റിയത്. സാഗർ ശർമ്മ, ഡി മനോരഞ്ജൻ എന്നിവർ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടിയിറങ്ങി അക്രമം നടത്തിയത്. സാഗർ സന്ദർശക ഗാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞ നിറമുള്ള പുക സ്പ്രേ ചെയ്യുകയായിരുന്നു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു പ്രതി മനോരഞ്ജൻ ഈ സമയം സന്ദർശക ഗാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തു. അമോൽ, നീലം ദേവി എന്നിവരെ പാർലമെന്റിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. പിന്നീട് വ്യാഴാഴ്ച രാത്രി 11ഓടെ ഡൽഹിയിലെ കർത്തവ്യ പഥ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് മുഖ്യപ്രതി ലളിത് ഝാ കീഴടങ്ങിയത്.